SSLC പബ്ലിക് എക്സാമിന്റെ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൽ നിന്ന് 28 ഡിസ്കോഴ്സുകളും 11 ഗ്രാമർ ടോപ്പിക്സും ഉള്ളത്. ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് വെക്കുക. കാരണം ഇത് ഓരോന്നും ചെക്ക് ലിസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് സെറ്റാക്കി പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. പാസേജ് കോംപ്രിഹെൻഷൻ ഡിസ്കോഴ്സ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. പാസേജ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും, പോയം കോംപ്രിഹെൻഷൻ, പോയം അപ്രീസിയേഷൻ, പാരഗ്രാഫ് റൈറ്റിംഗ്, അതായത് ഏതെങ്കിലും ഒരു പോയത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയും. അൺനോൺ പാസേജിന്റെ കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും. ഡാറ്റ കോംപ്രിഹെൻഷൻ, ഏതെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് ഒരു ലിസ്റ്റ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എസ്സേ ഉണ്ടാവും, ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ന്യൂസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ പ്രൊമോഷണൽ ടാഗ് ലൈൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ, രണ്ടും സെയിം ആണ്, രണ്ട് പേരിട്ടുന്നേ ഉള്ളൂ. സംഭവം ഇതാണ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു ടാഗ് ലൈൻ എഴുതുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിൽമയെ പറ്റി പറയുകയാണെങ്കിൽ മിൽമയുടെ ടാഗ് ലൈൻ എന്താണ്? കേരളം കണി കണ്ടുണരുന്ന നന്മ. അതുപോലെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളോട് പാരഗ്രാഫ് എഴുതാൻ വേണ്ടി വരും, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയും. ആൻഡ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്, നമ്മുടെ പ്രൊഫൈൽ റൈറ്റിംഗിന്റെ വേറെ രൂപമാണ്. പാരഗ്രാഫ് റൈറ്റിംഗ്, പ്രൊഫൈൽ റൈറ്റിംഗ്, ഇൻവിറ്റേഷൻ, ക്വസ്റ്റ്യൻ മേക്കിംഗ്, പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് ഇപ്രാവശ്യം ഇൻക്ലൂഡഡ് ആണ്, സ്പീച്ച്, നരേഷൻ, ഇമെയിൽ. ആൻഡ് ഡയറി ഡെഫിനിഷൻ, അതായത് ഏതെങ്കിലും ഒരു വേർഡും അതിന്റെ ഡെഫിനിഷനും രണ്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അതുപോലെ അതല്ലാതെയും ചോദിക്കാം, ഏതെങ്കിലും വേർഡും അതിന്റെ ഡെഫിനിഷനും, അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുത്തിരുന്ന വേർഡ് നാം പറയാൻ പറ്റും. ആൻഡ് റിവ്യൂ, ന്യൂസ് ആർട്ടിക്കിൾ, ഫോറും എഗെയിൻസ്റ്റ്. ഫോർ എഗെയിൻസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയാം ഫോർ, അല്ലെങ്കിൽ എതിർത്ത് പറയാനാണെങ്കിൽ എഗെയിൻസ്റ്റ്. ഇപ്രാവശ്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് AI പറ്റിയിട്ട് ഫോറും എഗെയിൻസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നോട്ടീസ്, കോൺവെർസേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കോഴ്സുകൾ. ഇനി ഗ്രാമർ ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റിംഗ് ഉണ്ട്, ഫ്രേസൽ വേർബ്സ് ഉണ്ട്, ഇഡിയംസ് ഉണ്ട്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷന്റെ സബായിട്ട് അതിൽ തന്നെ ധാരാളം ഉണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ആയ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്, ഹോമോണിംസ്. ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം സ്പെല്ലിങ്ങും അതുപോലെ തന്നെ സെയിം പ്രൊനൗൺസിയേഷനും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മീനിങ് വ്യത്യസ്തമായിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാലും ബാറ്റാണ്, അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ ആ ബാറ്റും ബാറ്റാണ്. അങ്ങനത്തെ ഹോമോണിംസ് ചോദിച്ചിട്ടുണ്ട്. നൗൺ ഫ്രേസും വെബ് ഫ്രേസും, അതുപോലെ തന്നെ എയ്തർ ഓർ നെയ്തർ നോർ എന്നുള്ള ഈ ഒരു ടോപ്പിക്സും വന്നിട്ടുണ്ട്. പോർട്ട്മാൻറ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് ബ്രഞ്ച് ആണ്. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വേർഡാണ് ബ്രഞ്ച്. ഇതുപോലത്തെ പോർട്ട്മാൻറ്റീവ് വേർഡ്സും കൂടി എന്താക്കിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഗ്രാമർ ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ആണ്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വെക്കുക. കാരണം ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണ്. ഇതൊക്കെ മാർക്ക് ചെയ്ത് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു.